ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോ നമ്മൾ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് എങ്ങോട്ടാണ്? ലോക്കറ്റ്. നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എഡിൻബർഗിലാണ്. എഡിൻബർഗിൽ ഇന്നത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ അങ്ങനെ മുൻകൂറായിട്ട് പ്ലാൻ ചെയ്തില്ല. ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. നമ്മൾ ആക്ച്വലി 2 ഡേയും 1 നൈറ്റുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ യാത്ര. നമ്മൾ വേറൊന്നും പ്രത്യേകിച്ച് നമ്മൾ മുൻകൂറായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആകപ്പാടെ ബുക്ക് ചെയ്തത് നമുക്ക് താമസിക്കാനുണ്ട് ഹോസ്റ്റൽ മാത്രമാണ്. നോർമലി ആൾക്കാരൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ Airbnb ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റു റൂം ബുക്ക് ചെയ്യും. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഹോസ്റ്റലിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ഹോസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അതിന് ചാർജ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ബെഡ് സ്പേസ് ആണ് എടുത്തിരിക്കുന്നത്. മേളിലും താഴെയായിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 പേരടങ്ങുന്ന ഒരു റൂമായിരിക്കും, അല്ലെങ്കിൽ 15 പേരടങ്ങുന്ന റൂമായിരിക്കും, അല്ലെങ്കിൽ 8 പേരടങ്ങുന്ന റൂമായിരിക്കും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 15 പേരടങ്ങുന്ന റൂമിലാണ്. അപ്പം അത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു നൈറ്റിന് അവർ ചാർജ് ചെയ്യുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 15 അല്ല 33 സംതിങ് ആണ്. ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആപ്ലിക്കേഷൻ ലിങ്കും കൊടുക്കാം. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഹോസ്റ്റൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് അത് ചീപ്പാണ് ആക്ച്വലി. പിന്നെ ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. പിന്നെ കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കിച്ചൺ ഉണ്ട്, വാഷ്റൂം ഉണ്ട്, നമുക്ക് ഫ്രഷ് ആകാം. ഒരു ബെഡ് സ്പേസ് മാത്രം. നമ്മൾ ആക്ച്വലി ഒന്നെങ്കിൽ ബെർത്ത് ആയിരിക്കും, മേളിലോ താഴെ അങ്ങനെയൊക്കെ ആയിരിക്കാം. സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാസിലാണ് മെയിൻ അട്രാക്ഷൻ ഇടുന്നെങ്കിൽ. അപ്പം നമ്മൾ ടിക്കറ്റ് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സെയിലായി പോയി. പക്ഷേ നാളെ രാവിലെ അപ്ഡേറ്റ് ആവുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാസിൽ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമ്മൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു 2 ദിവസമാണ് നിൽക്കുന്നത്. നമ്മുടെ ടൈം വളരെ കുറവാണ്. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ കൂടി ട്രിപ്പ് അഡ്വൈസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്തും ഈ പറയുന്ന നമ്മൾ ഏത് ലൊക്കാലിറ്റി ആണോ അവിടുത്തെ എന്തൊക്കെ അട്രാക്ഷൻ ഉണ്ടോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് പേഴ്സണലി. അതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ എൻ്റെ ബോഡി ഷേക്കിംഗ് എല്ലാം കഴിഞ്ഞു. 11:40 നമ്മുടെ ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഗേറ്റ് ഇതുവരെ കാണിച്ച് തുടങ്ങിയിട്ടില്ല. ഒരു 12 മണി ആകുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗേറ്റ് കാണിക്കുമ്പോൾ. അപ്പോൾ വളരെ സിമ്പിളായിരുന്നു ഇവിടുത്തെ ബോർഡ് പാസിങ് എല്ലാം കഴിഞ്ഞത്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് സ്കാൻ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. BRP കാർഡോ ഒന്നും അവർ ചോദിക്കുന്നില്ല. സ്കാൻ ചെയ്യുക, നേരെ അവിടുന്ന് നമുക്ക് ലഗേജ് ഒന്നുമില്ല. അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ കൗണ്ടറിൽ പോവുക, ബോഡി ചെക്കിങ് കഴിയുക, പോരുക. നമുക്ക് ലണ്ടൻ ലൂട്ടൺ എയർപോർട്ട് ഒന്ന് വട്ടം കറങ്ങിയാലോ? നമുക്ക് നോക്കാം ഏതൊക്കെ ഷോപ്പ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഉണ്ടായ ഫ്ലൈറ്റിന് ആകെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് വൺ സൈഡ് എന്ന് പറഞ്ഞാൽ 39.50 ആണ് എനിക്കായത്. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ എനിക്കത് 79.46. നാട്ടിലെ ഏകദേശം 7,000 അല്ലെങ്കിൽ 8,000 രൂപ ഏകദേശം ആയിട്ടുണ്ട്. EasyJetലായതാണ്. നോക്കി എയർപോർട്ടിൽ തിരക്കുണ്ടോ? അന്യായ തിരക്ക്, രക്ഷയില്ലാത്ത തിരക്കാണ്. കാരണം സമ്മർ ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി പേര് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്സിന് പോകുന്ന സമയമായി, ഈ സമ്മർ എന്ന സമയം. അപ്പോൾ നല്ല തിരക്കാണ് എയർപോർട്ടിൽ. നോക്കി എല്ലായിടത്തും ആൾക്കാരുണ്ട്. അങ്ങ് ദൂരെ ഒരു വിസെയർ കിടക്കുന്നുണ്ടോ? അത് എയർബസ് 321 കിടക്കുന്നത്. പിന്നെ വിസെയർ യൂറോപ്പ് മാത്രമല്ല, അബുദാബിയിലോട്ടും ഇവിടുന്ന് ഉണ്ട്. അത് പറഞ്ഞില്ല, യൂറോപ്യൻ കൺട്രീസ് വഴി നമുക്ക് ഗൾഫ് കൺട്രീസിലോട്ട് പോകാൻ പറ്റും. അത് ടിക്കറ്റ് വളരെ ചീപ്പാണ്. നമ്മൾ നാട്ടിലോട്ടും അങ്ങനെ പോകാൻ പറ്റും. അതായത് പല ഈ ഷെങ്കൻ വിസ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് പല യൂറോപ്യൻ കൺട്രീസിൽ ഇറങ്ങി അത് കുറച്ച് 2-3 ദിവസം എടുക്കും. നല്ല യാത്രാ ദൂരമുള്ള സംഭവമാണ്. അങ്ങനെ നിന്നപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ജെറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ടോ? അങ്ങേറ്റത്തൊരു പ്രൈവറ്റ് ജെറ്റ് വന്ന് ലാൻഡ് ചെയ്തു. പിന്നെ ഇപ്പം പൊതുവേ ഇപ്പോൾ 2-3 ഫ്ലൈറ്റ്സുകൾ എനിക്ക് തോന്നുന്നു ഇനി വരാനുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങേയറ്റത്തൊരെണ്ണം പോകാനായിട്ട് കിടക്കുന്നു. അങ്ങനെ ബിസിയാണ് ലൂട്ടൺ എയർപോർട്ട് ഇപ്പോൾ. ഈ സമ്മർ ടൈമിൽ നല്ല ബിസിയാണ് ലൂട്ടൺ എയർപോർട്ട്. പിന്നെ അതിന് ശേഷം താണ്ടാടോ ഒരെണ്ണം ഒരു വിസെയറിൻ്റെ ഫ്ലൈറ്റ് അങ്ങോട്ട് പോകാൻ റെഡിയായ ഡിപ്പാർച്ചറിന് വേണ്ടി ടാക്സി വേയിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നത്. കാരണം ലണ്ടൻ ലൂട്ടൺ എയർപോർട്ട് ഇപ്പോൾ അത്യാവശ്യം ഉള്ള ഡെസ്റ്റിനേഷനിലോട്ട് എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് എക്സ്പാൻഷനൊക്കെ ഇടയ്ക്കും അതിൻ്റെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വട്ടം കറങ്ങി വന്നപ്പോൾ ഒരു ടോയ് സെൻറ്റർ കണ്ടു. അപ്പോൾ ടോയ്സ് എന്നെ ആകർഷിച്ചത് ഈ ഒരു വണ്ടിയാണ്. ഈ ഫോർമുല 1 കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കയറിയേക്കാൻ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ അകത്തോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് പഴയ കോൺകോഡാണ് ഈ കാണുന്നത്. നമ്മുടെ
സൂപ്പർ സോണിക് കോൺകോഡാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വെച്ചിരിക്കുന്നത്. പിന്നെ കിഡ്സിന് കളിക്കാനുള്ള കുറേ വണ്ടി, ടോയ്സ്, അതിൻ്റെ ഒരു ഒരു ഷോറൂം തന്നെ വേണം പറയാം. ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട് കളിക്കാനായിട്ട് പിള്ളേർക്ക് വേണ്ടി. അതായത് 530 രൂപയാണ് ഈ ടൈറ്റാനിക്കിൻ്റെ വില. 530 രൂപയല്ല, പൗണ്ട്, അതായത് 53,000 ആണ് അതിൻ്റെ വില ഏകദേശം. നോക്കിയേ ടോയ്സൊക്കെ ഇരിക്കുന്നതുണ്ടോ, വിശാലമായ ഷോറൂം. ഹെലികോപ്റ്ററുണ്ട്, കാറുണ്ട്, ഇല്ലാത്ത ഐറ്റം ഒന്നുമില്ലെന്ന് തോന്നുന്നു. അത് ലീഗോയുടെ ഷോപ്പാണിത് ആക്ച്വലി. നമ്മുടെ ഈ ഗേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, 21 എൻ്റെ ഗേറ്റ്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ് വരുന്നത്. എയർബസിൻ്റെ 320 EasyJetൻ്റെ ഫ്ലൈറ്റാണ് വരുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കധികം ലഗേജസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. അത് ഇവരുടെ ഡയമെൻഷൻ അനുസരിച്ചുള്ള ഒരു ഇതായിരിക്കണം നമ്മുടെ ബാഗ്. അത് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് അത് എവിടുന്നോ വരുന്നൊരു ഫ്ലൈറ്റാണ് ആക്ച്വലി. അതിനകത്ത് പാസഞ്ചേഴ്സ് ഉണ്ട്. ഇനി അവരെ എല്ലാവരും ഇറക്കിയിട്ട് വേണം നമ്മുടെ ആൾക്കാരെ ബോർഡ് ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് ഫ്ലൈറ്റ് ആക്ച്വലി ലേറ്റുമാണ് ആക്ച്വലി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പടപടാന്ന് സ്പീഡപ്പായിട്ട് ഓരോരുത്തർ വരുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഡിസ്പാച്ചർ വന്ന് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം അവർ പാസഞ്ചേഴ്സിനെ 1 by 1 ആയിട്ട് ഇപ്പോൾ ഇറക്കാൻ തുടങ്ങും. കണ്ട ഓറഞ്ച് ഹൈഫിസിൻ്റെ പുള്ളിയാണ് ഡിസ്പാച്ചർ. പുള്ളി ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷമാണ് പാസഞ്ചേഴ്സ് ഇങ്ങനെ ഓരോന്നോരോരുത്തരായിട്ട് അവർ വെളിയിലോട്ട് ഇറക്കാൻ തുടങ്ങിയത്. ഈ എയർക്രാഫ്റ്റ് എയർബസ് 320 ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 737 ബോയിങ്ങിനെ അപേക്ഷിച്ചേക്കാളും നല്ലൊരു ലെഗ് സ്പേസ് എയർബസ് 320ക്ക് എപ്പോഴും ഉണ്ട്. Just finishing our preparations, we're ready to go in the next few minutes. Running about 40 minutes behind our scheduled departure time. We've just been down to Bordeaux and back, and unfortunately picked up a little bit of a delay on our way in and out of Bordeaux. So we'll do our best now to get going just as soon as we can. Flying time of 55 minutes, expecting good conditions. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എഡിൻബർഗ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ആ കാണുന്നത് 757 ആണ്, ബോയിങ്ങിൻ്റെ 757. യുണൈറ്റഡ് എയർലൈൻസ് ആണ് കാണുന്നത്. സോ വെൽക്കം ടു എഡിൻബർഗ്. അപ്പോൾ ഇനി നമ്മളിവിടെ നേരെ പുറത്ത് എയർലൈൻ്റെ ഒരു ബസ് കിടപ്പുണ്ട്. എയർലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബസ് സർവീസാണ് ഇവിടുന്ന് ടൗണിലോട്ടുള്ള ബസ് സർവീസാണ്. സോ നമ്മൾ അവിടുന്ന് ആ ബസ്സിൽ കയറി 5.50 ആണെന്നാണ് ബസ്സിൽ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ ചെന്ന് നോക്കാം, റിട്ടേൺ അടക്കം എത്രയാണെന്ന് നോക്കാം.
അതിനുശേഷം നമ്മൾ റൂമിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റൂമിലോട്ട് പോയി അവിടെ ചെന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അതിനുശേഷം രാത്രിയിലെ കാഴ്ചകളാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. സോ സ്റ്റേ ട്യൂൺ. ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലോട്ട് എവറി 30 മിനിറ്റ്സ് അരമണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഈ ബസ് ലഭിക്കുന്നതായിരിക്കും. മുൻകൂറായിട്ട് ബുക്കൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുക. ജസ്റ്റ് സാധാ ബസ്സൊക്കെ കയറി പോകുന്നത് തന്നെ കയറി പോയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോസ്റ്റലിലോട്ടാണ്. ഹോസ്റ്റലിൽ ചെന്ന് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. സ്കോട്ട്ലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്നാണ് എഡിൻബർഗിനെ അറിയപ്പെടുന്നത്. പിന്നെ എഡിൻബർഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റികളെല്ലാം പഴയകാല സിറ്റികളാണ്. ഇവരെ ആ രീതിയിൽ തന്നെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകലാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഉള്ള മോഡേൺ സിറ്റികളൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും പഴയ സിറ്റിയാണ്. പിന്നെ ആ കാണുന്നതാണ് എഡിൻബർഗ് ക്യാസിൽ. അങ്ങ് ഏറ്റവും മണ്ടയ്ക്ക് കാണുന്നതാണ് എഡിൻബർഗ് ക്യാസിൽ. നമ്മളിവിടെ പോകുന്നുണ്ട്. നാളെ നമുക്ക് ടിക്കറ്റ് എടുത്തോടെ പോകുന്നതായിരിക്കും. പിന്നെ എവിടെ ചെന്നാലും നമുക്ക് ഈ ഫ്ലൂട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ പേര് ബാക്ക് പൈപ്സ് എന്നാണ്. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. എഡിൻബർഗിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഇതുമായിട്ട് ആരെങ്കിലും ഒരാൾ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നമ്മുടെ ഹോസ്റ്റൽ കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 0.4 മൈൽസാണ് കാണിക്കുന്നത്. നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മളിനി നമ്മുടെ ഹോസ്റ്റലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ, വളരെ പഴയ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു രസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പം എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര് എഡിൻബർഗ് ബാക്ക് പാക്കേഴ്സ് എന്നാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര്. സോ ഞാൻ അങ്ങോട്ടുള്ള കൂടി യാത്ര ചെയ്യണം. അപ്പോഴാണ് എനിക്ക് ഈ സ്റ്റെപ്പ് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ കയറി. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ, എഡിൻബർഗ് ബാക്ക് പാക്കേഴ്സ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഒരു കുറച്ച് പേയ്മെൻറ്റ് പേ ചെയ്യണം. പിന്നെ അതിന് ശേഷം ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ബാക്കി റിമൈനിങ് എമൗണ്ട് നമ്മൾ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യുന്നത് അത്രയും പൈസ കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം നമ്പർ 1. സിംഗിൾ റൂമല്ല, ഡോർമെൻട്രി പോലെയാണ്. ഇവിടെ പല ആൾക്കാർ താമസിക്കുന്നുണ്ട്. അകത്ത് കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചെക്ക് ഇൻ കാർഡാണ്. ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഡോറും നമ്മുടെ റൂമിലെ ഡോറും. പിന്നെ അവരെനിക്കൊരു ചെറിയൊരു കൂപ്പൺ പോലൊരു കാർഡ് തന്നു. അപ്പോൾ ഇതിനകത്ത് 10% ഓഫ് 15% ഡിസ്കൗണ്ട് ഉണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നാളത്തേക്ക് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതാണ് എൻ്റെ റൂം. ഈ റൂമിൽ ഞാൻ ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്കൊരു സോക്കറ്റ് ഉണ്ടാവും, ഒരു ചാർജ് ചെയ്യാനൊരു സോക്കറ്റ് മാത്രം. പിന്നെ ബാക്കി അതിൻ്റെ താഴെ ആൾക്കാരുണ്ട്, എൻ്റെ സൈഡിലും ഒക്കെ ആൾക്കാരുണ്ട്. ഇതൊരു 15 പേരടങ്ങുന്ന ഒരു ഡോർമെൻട്രി പോലത്തെ ഒരു ഹോസ്റ്റലാണ്. അപ്പം ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ പലരോട് സംസാരിച്ചു. അവരെല്ലാം പല രാജ്യത്തു നിന്നുള്ളവരാണ്. ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ കാനഡ, അങ്ങനെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ്. എല്ലാവരോടും ഞാൻ സംസാരിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവരോടൊക്കെ സംസാരിച്ചപ്പോൾ. അപ്പം അവർക്ക് വീഡിയോ അങ്ങനെ താല്പര്യമില്ല. ഞാനിങ്ങനെ പറഞ്ഞു ഞാനൊരു ക്രിയേറ്ററാണെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെൻ്റെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത ശേഷം പിന്നെ അവിടെ നമുക്കൊരു ലോക്കർ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് ആ ലോക്കർ ഉപയോഗിക്കാം. പക്ഷേ അത് പേയ്മെൻറ്റ് ഉള്ളതാണ്. അതിന് 5 പൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് പുറത്തോട്ടിറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല. അല്ലായിരുന്നു ഞാൻ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസ് എനിക്ക് ഇനി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നത്തെ നമ്മുടെ ഡേ 1 വീഡിയോ ആയിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഡേ 2 നമ്മുടെ മോർണിംഗ് നമ്മുടെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ. സോ ദിസ് ഈസ് അനൂപ് സൈനിങ് ഓഫ് ഫ്രം KL Suraf Sanjari and goodbye. See you on next morning.